നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാരുടെ അതായത് മേടൻ രാശിയിലെ നവംബർ മാസഫലമാണ്. ഭരണി നക്ഷത്രം രാശിചക്രത്തിൽ മേടൻ രാശിയുടെ 13°20' മുതൽ 26°40' വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ സ്വതസിദ്ധമായ ഊർജ്ജവും സ്വഭാവവും ഈ മാസത്തെ ഗ്രഹാചാരങ്ങളുമായി കൂടിച്ചേരുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ അനുഭവങ്ങൾ രൂപപ്പെടുന്നത്. ഭരണിയുടെ അധിപൻ സൗന്ദര്യത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രനാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ ചിഹ്നം യോനി ആയതിനാൽ ഇത് ജനനം, സൃഷ്ടി, പ്രത്യുൽപാദനക്ഷമത, പുതിയ ജീവിതചക്രത്തിൻ്റെ ആരംഭം എന്നിവയാണ് പ്രതീകപ്പെടുത്തുന്നത്. ഭരണി നക്ഷത്രക്കാർ കഠിനാധ്വാനത്തെ പ്രതീകപ്പെടുത്തുന്നുണ്ട്. വലിയ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം അന്തിമമായ സന്തോഷം നേടുന്ന പ്രസവ പ്രക്രിയയ്ക്ക് സമാനമായ രീതിയിലാണ് ഇവരുടെ ജീവിത വിജയം. ജീവിതത്തിൽ കുറുക്കു വഴികളൊന്നുമില്ലെന്നും പ്രശ്നങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടതാണെന്നും ഈ നക്ഷത്രം പഠിപ്പിക്കുന്നു. ഭരണി നക്ഷത്രക്കാർ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും സത്യസന്ധരും കാര്യക്ഷമതയുള്ളവരുമാണ്. സാഹസികരും കൂടിയാണ്. എങ്കിലും ഇവരിൽ അന്തർലീനമായ കോപ സ്വഭാവവും ദുരഭിമാനവും നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ മാസം ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സൂര്യൻ 7ാം ഭാവത്തിലാണ് തുലാം രാശി നവംബർ 16 വരെ. ശേഷം 8-ൽ വൃശ്ചികത്തിലാണ്. 7ാം ഭാവത്തിൽ ബലഹീനതയും 8ാം ഭാവം അപ്രതീക്ഷിത ഫലങ്ങളുമാണ് നൽകുന്നത്. ചൊവ്വ 8ാം ഭാവമാണ് വൃശ്ചികം, സ്വന്തം ക്ഷേത്രത്തിൽ. രാശാധിപൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് ഊർജ്ജം നൽകും. എങ്കിലും 8ാം ഭാവം അപ്രതീക്ഷിതത്തിൻ്റെതാണ്. ശുക്രൻ 7ാം ഭാവം തുലാം നവംബർ 2 മുതൽ 26 വരെ. നക്ഷത്രാധിപൻ ശുക്രൻ 7ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ ബന്ധങ്ങൾക്ക് അത്യധികം അനുകൂലമായി കാണുന്നുണ്ട്. വിവാഹം, ദാമ്പത്യം, ഐക്യം, സ്നേഹം എന്നിവയ്ക്ക് ഉത്തമമാണ്. വ്യാഴം 4ാം ഭാവം കർക്കിടകത്തിൽ നവംബർ 11 മുതൽ വക്രഗതിയിലാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ സ്ഥിരതയില്ലായ്മ, നിക്ഷേപങ്ങളിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സാവധാനം വേണം. ബുധൻ 8ാം ഭാവം നവംബർ 23 വരെ. ശേഷം 7-ൽ വക്രഗതിയിലാണ്. ആശയവിനിമയത്തിലൂടെ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളിൽ അനുകൂലമല്ല. സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം. വർഷത്തിൻ്റെ 2ാം പകുതി പൊതുവെ മേടൻ രാശിക്കാർക്ക് അനുകൂലമാണ്. കരിയർ വിപുലീകരണത്തിനും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഒക്ടോബർ 19 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലയളവ് അനുയോജ്യമായി ജ്യോതിഷത്തിൽ വിശകലനം പറയുന്നുണ്ട്. നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ സ്വന്തം രാശിയായ വൃശ്ചികത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ കൂടുതൽ ശക്തിയും വിഭവങ്ങളും ലഭ്യമാക്കാൻ സഹായിക്കും. ഈ ഗ്രഹസ്ഥിതി ഭരണി നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള കഠിനാധ്വാനവും മനോബലവും നൽകും. എങ്കിലും ഈ വളർച്ചാഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകം നവംബർ 11 സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതിയാണ്. വ്യാഴം വക്രഗതിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്, സാമ്പത്തിക വിപുലീകരണ പദ്ധതികളിൽ സ്ഥിരത കുറവുണ്ടാകാനും കാര്യങ്ങൾ താൽക്കാലികമായി കുഴപ്പത്തിലാകാനും ഇടയുണ്ട്. അതുകൊണ്ട് ഈ മാസം ഊർജ്ജം ഉപയോഗിച്ച് കഠിനാധ്വാനം തുടരുക. എന്നാൽ പുതിയ സംരംഭങ്ങളോ വൻകിട നിക്ഷേപങ്ങളോ ആസൂത്രണത്തിൽ മാത്രം ഒതുക്കി നടപ്പാക്കാൻ സാവധാനത്തിലാക്കുന്നതാണ് ഉചിതം. നവംബർ മാസം തൊഴിൽ രംഗത്ത് പൊതുവെ വളർച്ചയുടെ സൂചന നൽകുന്നുണ്ട്. കരിയർ വിപുലീകരണത്തിനോ ജോലി മാറുന്നതിനോ ഒക്ടോബർ 19 മുതൽ ഡിസംബർ 4 വരെ മികച്ച അവസരമാണ്. ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ശരാശരി ഫലമാണ് കാണുന്നതെങ്കിലും ജോലി സ്ഥലത്ത് ബുധൻ്റെ സ്വാധീനം കാരണം സങ്കീർണമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും സാധിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പുരോഗതി ഉറപ്പാണ്. എങ്കിലും സഹപ്രവർത്തകരുമായി തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ നിരന്തരമായ ശ്രദ്ധ നൽകി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് ശ്രദ്ധേയമായ വളർച്ചയും പുരോഗതിയൊക്കെ ഉണ്ടാകും. രാശാധിപനായ ചൊവ്വ 8ാം ഭാവത്തിൽ സ്വന്തം രാശിയിൽ നിൽക്കുന്നത് ബിസിനസ് സ്ഥാപിക്കാൻ കൂടുതൽ ശക്തിയും വിഭവങ്ങളും കൈവരിക്കാനും സഹായിക്കും. പുതിയ സംരംഭങ്ങളോ വൻകിട നിക്ഷേപങ്ങളോ തുടങ്ങുന്നതിന് നവംബർ മാസം അനുകൂലമല്ലെന്ന് ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 2025 വർഷം മേടൻ രാശിക്കാർക്ക് പൊതുവെ സാമ്പത്തികമായി അനുകൂലമായിട്ടാണ് കാണുന്നതെങ്കിലും നവംബർ വരവും ചെലവും സന്തുലിതമാക്കാൻ ശ്രദ്ധിക്കണം. മാസത്തിൻ്റെ തുടക്കത്തിൽ ആത്മീയ കാര്യങ്ങൾക്കും യാത്രകൾക്കുമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം വരുമാനം സ്ഥിരമായിരിക്കുകയും നിലവിലുള്ള ബിസിനസ്സുകളിൽ നിന്ന്, ജോലിയിൽ നിന്നും ന്യായമായ വരുമാനം ലഭിക്കാനിടയുണ്ട്. എങ്കിലും ആഡംബര കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഷോ ഓഫിന് വേണ്ടിയുള്ള അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ദീർഘകാല നിക്ഷേപങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രവണത നല്ലതാണ്. വ്യാഴം വക്രഗതിയിലാകുന്നില്ല. നവംബർ 11 ശേഷം ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും സാവധാനവും ആയിരിക്കണം. നവംബർ മാസം ബന്ധങ്ങളുടെ കാര്യത്തിൽ വളരെ അനുകൂലമായി കാണുന്നു. ഭരണി നക്ഷത്രത്തിന് അധിപനായ ശുക്രൻ മാസത്തിൻ്റെ ഭൂരിഭാഗം സമയവും അതായത് നവംബർ 2 മുതൽ 26 വരെ 7ാം ഭാവത്തിൽ അതായത് ദാമ്പത്യ ഭാവത്തിലാണ്. സ്വന്തം രാശിയായ തുലാം രാശിയിൽ നിൽക്കുന്നത് ബന്ധങ്ങൾക്ക് കരുത്തും ഐക്യമൊക്കെ നൽകും. ഒക്ടോബറിൽ ഈഗോ ക്ലാഷുകൾക്ക് കാരണമാകും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നവർക്ക് നവംബറുടെ ബന്ധം കൂടുതൽ ശക്തമാകാനും സ്നേഹപരമായ സമയം ആസ്വദിക്കാനും സാധിക്കും. വിവാഹിതർക്ക് പങ്കാളികൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നതാണ്. വിവാഹ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഈ മാസം ഉത്തമമാണ്. ചില ഭരണി നക്ഷത്രങ്ങൾ നവംബറിൽ വിവാഹിതരാകാനോ വിവാഹ നിശ്ചയം നടത്താനോ സാധ്യതയുണ്ട്. അവിവാഹിതർക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളും വന്നുചേരും. എങ്കിലും 7ാം ഭാവത്തിൽ സൂര്യൻ ബലഹീനായി നിൽക്കുന്നത് നിങ്ങളുടെ ദുരഭിമാനവും അമിതമായ സ്വാതന്ത്ര്യ പ്രകടനവും ദാമ്പത്യ സന്തോഷത്തിന് തടസ്സമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം.
വർഷാവസാനം നിങ്ങളുടെ ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും. എങ്കിലും ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്. ഭരണി നക്ഷത്രക്കാരുടെ പ്രകൃതം പിത്തമാണ്. ഇത് ശരീരത്തിൽ ചൂട്, പുകച്ചിൽ, ദഹന പ്രശ്നങ്ങൾ, അമിതമായ കോപം എന്നിവയ്ക്ക് കാരണമാക്കുന്നതുമാണ്. പിത്തത്തെ ശമിപ്പിക്കുന്നതിനായി തണുപ്പുള്ള ഭക്ഷണക്രമങ്ങൾ അല്ലെങ്കിൽ പഴം, തൈര് പോലുള്ളവ ശീലിക്കുകയും ദേഷ്യം നിയന്ത്രിക്കുകയും വേണം. പൈൽസ് പോലുള്ള പ്രശ്നങ്ങളെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പതിവ് ആരോഗ്യ പരിശോധനകൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് പല്ലുവേദന, ചർമ്മരോഗങ്ങൾ, ലൈംഗിക രോഗപ്രശ്നങ്ങൾ, ഹൃദയരോഗങ്ങൾ, പനി എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള ഇടയാണ് ഇപ്പോൾ കാണുന്നത്. അപകട സാധ്യതകൾ ഉള്ളതിനാൽ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ രാശിയാധിപൻ ചൊവ്വ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിത സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മേടൻ രാശിയിലെ ഭരണി നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ദശാവഹാരങ്ങൾ പൊതുവെ ദോഷകരമായ ഫലങ്ങളാണ് നൽകാൻ സാധ്യത. നവംബറിലെ ഗ്രഹചാരങ്ങൾ അനുസരിച്ച് ദോഷകരമായ സ്വാധീനം കുറയ്ക്കുന്നതിനും ശുഭകരമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില അനുഷ്ഠാനങ്ങളുണ്ട്. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവതയെ നീതിയുടെയും ധർമ്മത്തിൻ്റെയും അധിപനായ യമദേവനാണ്. യമനെ ആരാധിക്കുന്നത് ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും ക്ഷേമവും കൊണ്ടുവരും. ഭരണി നക്ഷത്രത്തിൽ ശാന്തി പൂജ നടത്തുന്നത് ഗ്രഹദോഷങ്ങളിൽ നിന്നും മറ്റ് ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം നേടാൻ സഹായിക്കും. ഭരണി നക്ഷത്ര മന്ത്രമായ ഓം യമായ നമഃ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് പോസിറ്റീവ് ഊർജ്ജമുണ്ടാകും. നവംബർ 5 ബുധനാഴ്ച മുതൽ ഭരണി നക്ഷത്രം വരുന്ന ദിനമായതിനാൽ ഈ ദിവസം യമദേവന് വഴിപാടുകൾ നടത്തുന്നത് ഉചിതമാണ്. ഭരണിയുടെ അധിപഗ്രഹമായ ശുക്രൻ നവംബറിൽ ബന്ധങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോഴും അമിതമായ സുഖഭോഗങ്ങളുള്ള താല്പര്യമോ ധനകാര്യങ്ങളിലെ അനാവശ്യ ചെലവുകളോ ഉണ്ടാകാതിരിക്കാൻ ശുക്രൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ഉപവാസം അനുഷ്ഠിക്കുക, ശുക്രശാന്തി ഹോമം ചെയ്യുകയും നിത്യവും ശ്രീ സൂക്തം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ഐശ്വര്യത്തിന് കാരണമാകും. ശുക്രൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് നവഗ്രഹ പൂജ നടത്തുന്നത് ഉത്തമമാണ്. രാശാധിപനായ ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി എല്ലാ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ഹനുമാൻ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് ശ്രീരാമനാമം ജപിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് വജ്രം ശുഭകരമായ രത്നമാണ്. അനുകൂല നിറങ്ങളായി വെളുപ്പും ചന്ദനവും കണക്കാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് യാത്ര, നിക്ഷേപം, പുതിയ കരാറുകൾ, ചർച്ചകൾ ഇവയൊക്കെ ഒഴിവാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് യാത്രയോ നിക്ഷേപം, പുതിയ കരാറുകൾ, ചർച്ചകൾ ഇവയൊക്കെ ഒഴിവാക്കേണ്ട ചില ദിനങ്ങളുമുണ്ട്. അത് നവംബറിലാണ് കൂടുതലും വരുന്നത്. പ്രതികൂല ദിനങ്ങളായി നവംബർ 5, 6 ഇത് ശുഭകാര്യങ്ങൾക്ക് പൊതുവെ നല്ലതായി കാണുന്നില്ല. അത് രോഹിണി നക്ഷത്രത്തിൽ വരുന്നതാണ്. അത് പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത്. തിരുവാതിര, അനിഴം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളും ശ്രദ്ധിക്കുക. നവംബർ മാസം മേടൻ രാശിയിലെ ഭരണി നക്ഷത്രക്കാർക്ക് വൈകാരികമായും തൊഴിൽപരമായും സുപ്രധാനമായൊരു കാലഘട്ടമാണ്. നക്ഷത്രാധിപനായ ശുക്രൻ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ബന്ധങ്ങൾ, വിവാഹം, ദാമ്പത്യം, ഐക്യം എന്നിവയ്ക്ക് ഇത് മികച്ച സമയവുമാണ്. കരിയർ വിപുലീകരണത്തിനുള്ള ഊർജ്ജവും വിഭവങ്ങളും രാശാധിപനായ ചൊവ്വയും നൽകുന്നു. എങ്കിലും ഈ മാസം വിജയിക്കണമെങ്കിൽ 2 പ്രധാന കാര്യങ്ങളിൽ സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, ശുക്രൻ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ സൂര്യൻ്റെ ബലഹീനത കാരണം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഈഗോയും ദുരഭിമാനവും ദാമ്പത്യ സൗഖ്യം തറക്കാൻ അനുവദിക്കരുത്.